ആത്മീയതയിൽ അധിഷ്ഠിതമായ ആത്മീയത എന്ന് പറഞ്ഞത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമാണ്. അതില്ലാത്തതുകൊണ്ട് ഉണ്ടാവുന്ന പല തകരാറുകളുണ്ട്. അപ്പം ആ നിലക്കുള്ള നിങ്ങൾ സൂചിപ്പിച്ചതുപോലുള്ള എല്ലാ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു യൂണിവേഴ്സിറ്റി അതുണ്ടാവും. അത് ഞങ്ങൾ ഈ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറേ സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ട്, എവിടെയെന്ന് പറയാൻ പറ്റും. ഇപ്പം മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിൽ നോക്കിയിട്ടുണ്ട്, പല സ്ഥലത്തും നോക്കിയിട്ടുണ്ട്. എങ്ങനെ മുസ്ലിങ്ങളെല്ലാം കൂടി ഐക്യപ്പെട്ടാലും ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? അത് പറ്റില്ലല്ലോ. നമ്മളെല്ലാവരും കൂടി ഐക്യപ്പെടേണ്ടത്. മുസ്ലിങ്ങളെ നേരിടുന്നതായ ഈ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മുസ്ലിങ്ങൾ മാത്രമല്ല ഒന്നിക്കേണ്ടത്. മുസ്ലിങ്ങളോട് അനുഭാവം പുലർത്തിക്കൊണ്ട് മറ്റുള്ള ആളുകളും അതിനോട് എന്താവണം, യോജിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നടപ്പിൽ വരുത്താൻ കഴിയുള്ളൂ. അതായത് മുസ്ലിങ്ങൾ മാത്രം ഇങ്ങനെ ഒരു സംഘടന എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയില്ലേ, കാരണം അവരൊക്കെ ഒന്നിച്ചിരിക്കുകയാണ്, അവരെല്ലാം കൂടി ഒത്ത് എന്തോ ഒരു സംഗതിക്കാണ് അവർ ഒരുങ്ങിക്കണമെന്ന് പറയില്ലേ, അത് പറ്റൂല. അപ്പൊ നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കണം. അല്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പൊ യോജിപ്പ് കുറവൊന്നുമില്ലല്ലോ. ഇസ്ലാമിനോട് ബന്ധപ്പെട്ട പൊതു വിഷയങ്ങൾ വരുമ്പോൾ അതിപ്പോ അങ്ങനെയില്ല. അവിടെ മുസ്ലിങ്ങളുടെയുള്ള ഈ ഭിന്നിപ്പൊക്കെ മറന്നുകൊണ്ട് എപ്പോഴും അങ്ങനെ പല സമയത്തും ഒന്നിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ചില കോടതി വിധികളൊക്കെ വരുമ്പോൾ ഷബാനു കേസ്, കോടതി വിധി, അങ്ങനത്തെ സംഗതികൾ സമയങ്ങളിലൊക്കെ ഒന്നിച്ച് ശബ്ദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒന്നിച്ച് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, നിങ്ങളെല്ലാവരും പിന്തുണ വേണം, മറ്റുള്ള മതസ്ഥരൊക്കെ പിന്തുണ വേണം. അവിടെ ഏത് മതസ്ഥർക്കും അങ്ങനെ തന്നെയല്ലേ. അവർ സ്വന്തമായിട്ട് ഒരു വിഷയത്തിൽ അവരങ്ങനെ ഇറങ്ങുമ്പോഴും ഇന്ത്യ പോലത്തെ രാജ്യമാകുമ്പോൾ മറ്റുള്ളവരുടെ പിന്തുണ നമുക്ക് ഉണ്ടാവണം. അപ്പം ആ നിലക്കേ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതായത് ഇസ്ലാം മതത്തിലുള്ള വ്യതിയാനങ്ങളല്ലേ, ആ വ്യതിയാനങ്ങളെ നമ്മളെപ്പോഴും എതിർക്കുമല്ലോ. അതിനെ ഇന്നും എതിർക്കുന്നുണ്ട്. അതെ, കടന്നു കയറ്റി അത് രാഷ്ട്രീയക്കാരാണ് അത് നോക്കേണ്ടത്, ഞങ്ങളല്ലല്ലോ. അല്ല, അത് ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ലല്ലോ. രാഷ്ട്രീയത്തിൽ ആരെ കയറ്റണമെന്നൊന്നും ഇപ്പൊ നമ്മളല്ലല്ലോ അത് നോക്കേണ്ടത്. ഞങ്ങൾ മതത്തിൽ എന്തെങ്കിലും വ്യതിചലനങ്ങൾ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് പറയാൻ കൊണ്ടുവരണം. എനിക്ക് മനസ്സിലായി. ഞാനത് മുമ്പ് അതിന്റെ മറുപടി പറഞ്ഞതാണ്. വെൽഫെയർ പാർട്ടി അത് നിങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അല്ലേ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമികളോട് നമുക്ക് അവരുടെ ആശയങ്ങളോട് ആശയപരമായി ശക്തമായ എതിർപ്പുണ്ട്. അവരെ നമ്മൾ പൂർണ്ണമായി എതിർത്തവരാണ് എല്ലാ സമയത്തും. അവരുമായിട്ട് ഒരു യോജിപ്പില്ല. അപ്പം ആ കുട്ടി ചോദിച്ചതുപോലെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ എതിർത്തുള്ള സമസ്തന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യമൊന്നും സമസ്ത തുടരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ കൂട്ടുകൂടുമ്പോൾ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ നയങ്ങൾ എന്താണ്, നമുക്ക് കൂട്ടുകൂട്ടാൻ പറ്റുമോ, അത് നമ്മൾ അവരായിട്ട് സഖ്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അവരെ രാഷ്ട്രീയമായിട്ട് സഖ്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ എതിർക്കലല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലല്ല ഞങ്ങളങ്ങനെ അത് അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെതായ നയങ്ങളുണ്ടാവും. ആ നയത്തിൽ നിന്ന് അവര് പിന്തിരിയാത്ത കാലത്തോളം നമ്മളവരെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മൾ എതിർത്ത് നടക്കാം. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ എതിർക്കാം. രാഷ്ട്രീയമായിട്ട് ബി ജെ പി ഇതൊന്നും നമ്മളെ പണിയല്ലല്ലോ. അതന്നെ ജമാഅത്തുമായുള്ള ആശയത്തിൽ, മതപരമായ ആശയത്തിൽ അവരോട് ഞങ്ങൾക്ക് എതിർപ്പിട്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മളെപ്പോഴും എതിർത്തുകൊണ്ടേ നിൽക്കണേ. അത് ആർക്കും രൂപീകരിക്കാമല്ലോ. ഈ ജമാഅത്തിന് മാത്രമല്ല, ഇപ്പോൾ മുജാഹിദീങ്ങൾക്ക് ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാം, ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ ഞങ്ങൾ അഡ്രസ്സിലാണെങ്കിൽ അഡ്രസ്സിലല്ലാതെ അങ്ങനെ ആർക്കും രൂപീകരിക്കാമല്ലോ. അത് കൂട്ടുള്ളവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് കൂട്ടും ചെയ്യാമല്ലോ. ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ വോട്ട് ചോദിക്കാൻ എവിടെയും പോയി
ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യേണ്ടത് ഇതൊന്നും ഞങ്ങളെ പണിയല്ല. നമ്മളെ പണിയും കൂടെ അതിൽ എഴുതിയിരിക്കണമല്ലോ. അതെ, മുമ്പ് ജമാഅത്ത് ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ടാവും, എതിർക്കേണ്ടതാണല്ലോ. അത് മുക്കം ഉമർ ഫൈസി അല്ല, ആര് പറഞ്ഞാലും അത് എതിർക്കേണ്ടത് തന്നെയാണ്. സഖ്യത്തെ കുറിച്ച്, വെൽഫെയർ പാർട്ടി സഖ്യത്തെ കുറിച്ച് ഉമർ ഫൈസി പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിക്കണോ? അയാളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളോടാണ് ചോദിക്കുക.